നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ബിഗിനർ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ETF-കൾ, അതായത് ഒരു ബാസ്ക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, നമുക്കൊരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് പിക്ക് ചെയ്യാതെ ഒരു ബാസ്ക്കറ്റാണ് പിക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല കമ്പനികളിലേക്ക് പോകും. അതപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്കത് മാനേജ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് മുമ്പോട്ട് പോകുമ്പം പഠിക്കാം. അപ്പം ഒന്നാമത്തെ കേസ്, ഈ ഒരു വീഡിയോയിൽ എന്താണ്, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാനും നല്ല ETF-കളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ പിക്ക് ചെയ്യാം. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒരു ETF CPSE ETF. അപ്പം സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനികളെല്ലാം കൂടെ പിടിച്ച് ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് കമ്പനികളെന്ന് നമുക്ക് നോക്കാം. NTPC, പവർ ഗ്രിഡ്, കോയിൽ ഇന്ത്യ, ONGC, ബെയിൽ ഓയിൽ, NHPC, കൊച്ചിൻ ഷിപ്പ്യാർഡ്, NBCC, HIVN, NLC ഇന്ത്യ. അപ്പോൾ ഇത്രയും കമ്പനികൾ പിടിച്ചൊരു ബാസ്ക്കറ്റിലേക്ക് ഇട്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എത്രയാണ്? NTPC, പവർ ഗ്രിഡ്, കോയിൽ ഇന്ത്യ, ONGC, ബെയിൽ, ഇത്രയും കമ്പനികളിലേക്കായിരിക്കും നമ്മുടെ കൂടുതൽ എമൗണ്ട് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, നമ്മൾ 1 ഇയർ ഈ ഒരു ETF-ൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് 83% അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു വോളിയം ആൾക്കാർ പർച്ചേസ് ചെയ്യാനും വിൽക്കാനും ഒരുപാട് പേര് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ETF ആണ് SPSE ETF. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്താണ്? വളരെ ചെറുതാണ്. ട്രാക്കിംഗ് എറർ വളരെ ചെറുതാണ്. ഓക്കെ, ഇതൊക്കെ നല്ല പോസിറ്റീവാണ്. ഇനി നമുക്കിതിൻ്റെ ടെക്നിക്കലി ഇതിൻ്റെ വാല്യുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ചാർട്ടിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? അതിമനോഹരമായിട്ടുള്ള ഒരു അപ് ട്രെൻഡാണ് ഈ ഒരു ETF-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോയി ഡിപ്പുണ്ടായി, വീണ്ടും മുകളിലേക്ക് പോയി ഡിപ്പുണ്ടായി, മുകളിലേക്ക് പോയി ഡിപ്പുണ്ടായി. അപ്പോൾ ഡിപ്പ് കണ്ടെത്തി നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമോ? ഇല്ല. ഡിപ്പ് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഡിപ്പ് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു ഡിപ്പാണോ? ഡിപ്പാണ്. ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയനാണ്. ഓക്കെ, ഇനി ഈ ഒരു റീജിയൻ നല്ല ഒരു റെസിസ്റ്റൻസ് റീജിയനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 105-106 റീജിയൻ ആയിരുന്നു ഇതിൻ്റെ ഓൾ ടൈം ഹൈ. അവിടെ നിന്ന് എത്ര രൂപയാണ് ഇപ്പോൾ താഴെ കിട്ടുന്നത്? 96 റീജിയനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 രൂപ താഴെയാണ് കിട്ടുന്നത്. 10 രൂപ. അപ്പോൾ 10 രൂപ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 10% ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ നിന്ന് എക്സാക്റ്റായിട്ട് മുകളിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ, അതല്ല താഴോട്ട് വരുവാണെങ്കിൽ എന്താണ്, നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ആവറേജ് ചെയ്യാം. ഓക്കെ, ബാസ്ക്കറ്റാണ്, ETF ആണ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ കോപ്പിയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ETF-കളിലും SIP ചെയ്ത് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതല്ല, ഇനി ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ നിന്നാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ കംഫോർട്ടാണ്, നമ്മൾ കുറച്ച് എമൗണ്ടാണ് ഇവിടെ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ETF-ലേക്ക് പോകാം. ETF ആണ് ഇൻഫ്രാബീസ്, അതായത് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കമ്പനികളെയൊക്കെ പിടിച്ചൊരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. നമുക്ക് നോക്കുക, ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡാണ്. 948 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 1 ഇയറിൽ 49% കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുവാണെങ്കിൽ എന്താണ്, അത്യാവശ്യം കുറച്ച് കൂടി എക്സ്പെൻസ് റേഷ്യോ ആണ്. പിന്നെ ഇതിൻ്റെ വോളിയം നോക്കുവാണെങ്കിൽ ഇച്ചിരി വോളിയം കുറവാണ്. ഓക്കെ, നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെയാണ് എൻട്രി എടുക്കുന്നതിൽ ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ അകത്ത് വോളിയം വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പ് ഹോൾഡിംഗ് നമുക്ക് നോക്കാം. ടോപ്പ് ഹോൾഡിംഗ് വരുമ്പോഴത്തേക്കും നമുക്ക് റിലയൻസിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ എമൗണ്ട് പോകുന്നത്. ഭാരതി എയർടെൽ, L&T. അപ്പോൾ ഈ ഒരു 3 കമ്പനികളിലായിരിക്കും കൂടുതൽ എമൗണ്ട് നമ്മുടെ പോകുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് NTPC, പവർ ഗ്രിഡ്, അൾട്രാടെക് സിമെൻറ്റ്, ONGC, അഡാനി, ഗ്രാസിം, ഇൻഡിഗോ, ഇങ്ങനെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കമ്പനീസ് നമുക്ക് താഴെ കാണാൻ സാധിക്കും. നല്ലൊരു ലിസ്റ്റുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു അഡ്വൈസ് അല്ല, എല്ലാവർക്കും ബിഗിനേഴ്സിന് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് LT എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഈ ഒരു ബാസ്ക്കറ്റ് പിക്ക് ചെയ്യാൻ. ഓക്കെ, കാരണം എന്താണ്, ഈ ഒരു കമ്പനി പെർഫോം ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള കമ്പനികൾ പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഫ്യൂച്ചറിൽ പതുക്കെ ഇത് മുകളിലേക്ക് പോകാനാണ് സാധ്യതകൾ കൂടുതൽ. ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ETF ഷോപ്പ് 1, ETF ഷോപ്പ് 2 എന്ന് പറഞ്ഞ 2 മെത്തേഡുണ്ട്. ETF ഷോപ്പ് എത്രയാണ്? ഷോപ്പ് 1 ആൻഡ് 2. ഈ ഒരു 2 മെത്തേഡും സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ETF-ലേക്ക് പോകാം. നമ്മുടെ കമ്മ്യൂണിറ്റി ETF ഇതുണ്ടോ, ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി കമ്മ്യൂണിറ്റി ETF. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് 1 ഇയർ എത്രയാണ്? 47% കിട്ടുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ. ഓക്കെ, കൊള്ളാം. ഇതിൻ്റെ അത് വോളിയം എത്രയുണ്ട്? വോളിയം കുഴപ്പമില്ല, നല്ല വോളിയം ഉള്ള ETF ആണ്. എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്. ട്രാക്കിംഗ് എറർ കുറവാണ്. ഓക്കെ, ഇതൊക്കെ ഓക്കെയാണ്.
ഇനി നമുക്ക് ഇവിടെ ഏതിൻ്റെ കമ്പനിയിലേക്കാണ്, ഇവിടെയും റിലയൻസിലേക്ക് 10% പോകും. അതായത് നമ്മളൊരു 96 രൂപ 100 രൂപ അടച്ചു കഴിഞ്ഞാൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 രൂപ 69 പൈസ അങ്ങോട്ട് പോകും, റിലയൻസിലേക്ക് പോകും. NTPCയിലേക്ക് 9 രൂപ 60 പൈസ പോകും. ടാറ്റ സ്റ്റീൽ, അൾട്രാടെക് സിമെൻറ്റ്, കോയിൽ ഇന്ത്യ, ONGC. അപ്പോൾ ഇവിടെ എന്താണ്, കമ്മ്യൂണിറ്റി സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസാണ്. അതായത് സ്റ്റീല്, സിമെൻറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓയിൽ, ഗ്യാസ്, ഇങ്ങനെയുള്ള കമ്പനികളിലേക്കാണ്, കോയിൽ, ഇങ്ങനെയുള്ള കമ്പനീസിലേക്കാണ് കൂടുതലായിട്ടും എമൗണ്ട് പോകുന്നത്. ഇവിടെയും ഒരുപാട് കമ്പനീസ് നമുക്ക് താഴെ 1 by 1 ആയിട്ട് കാണാൻ സാധിക്കും. വലിയ കമ്പനികളായിരിക്കും കൂടുതൽ ഷെയർ പോകുന്നത്. ബാക്കി എന്താണ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളിലേക്ക് കുറച്ച് എമൗണ്ട് ആയിരിക്കും നമ്മുടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റിസ്ക് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ടെക്നിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് നല്ലൊരു വാലുവേഷൻ. ഓക്കെ, ഗുഡ്, നല്ലൊരു അപ് ട്രെൻഡ്. ഇവിടെയും ഡിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, വീണ്ടും റിക്കവർ ചെയ്യുന്നുണ്ട്, ഡിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. നല്ലൊരു കൺസോളിഡേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു റീജിയൻ എന്താണ്, ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. ഞാൻ സൂം ചെയ്യാം. ഈ ഒരു റീജിയൻ ഇപ്പോൾ ഒരു 92, 93 റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമുക്ക് ഡിമാൻഡ് വീണ്ടും ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് മുകളിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. ഇത് 100 രൂപയിൽ നിന്ന് 93 കിട്ടുന്നത്. അപ്പോൾ 7 രൂപ കുറവാണ്. ഏകദേശം ഒരു 8% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു ETF ലഭിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. വീണ്ടും ഇത് താഴോട്ടാണ് പോരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആവറേജ് ചെയ്യും. ടൈം എടുക്കും, പക്ഷേ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിൽ നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ ഒരു ETF നമുക്ക് കൺസിഡറബിൾ ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യമേ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. അതിനുശേഷം ട്രേഡിങ്ങിലേക്ക് വരിക. ട്രേഡിങ്ങിലേക്ക് വരുവാണെങ്കിലും ചെറിയ ഷോർട്ട് ടൈം ട്രേഡിങ്ങിലേക്ക് വരാതെ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങുകളിലേക്ക് എൻട്രി എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുന്ന ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാൻ നോക്കുക. തീർച്ചയായിട്ടും വളരെ ചെറിയ ടൈം ഫ്രെയിമുള്ള ട്രേഡിംഗ് മെത്തേഡിലേക്ക് വരാതിരിക്കുക. അപ്പോൾ ഞാനൊരു നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, എൻ്റെ മാർക്കറ്റിലെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ചിലപ്പോൾ റിട്ടേൺ കുറവായിരിക്കും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ, പോസിറ്റീവായിട്ടുള്ള പോർട്ട്ഫോളിയോ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ജെനുവിൻ ആയിട്ടുള്ള സോളിഡ് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ഇൻഫർമേറ്റീവായിട്ടുള്ള പ്ലേലിസ്റ്റ് കിട്ടും. ഗോൾഡിലും നിഫ്റ്റിയിലും കോറിലേഷൻ മെത്തേഡ് നല്ല മെത്തേഡാണ്. തീർച്ചയായിട്ടും ഒരു ബിഗിനർ ചെയ്യേണ്ട മെത്തേഡാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, പ്രീമിയം മെത്തേഡാണ്. പഠിക്കുക, അപ്ലൈ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ETF ഷോപ്പ്, അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ETFകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്ക് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, നല്ല വാലുവേഷനുള്ള ETF എങ്ങനെ കണ്ടെത്താം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രീമിയം കോഴ്സസ് ഉണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വന്ന് ജോയിൻ ചെയ്യുക, മെസ്സേജ് അയക്കുക, കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു സിംഗിൾ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിൽ ഒതുങ്ങി നിൽക്കാതെ ഓരോ മെത്തേഡ്സും കുറേശ്ശെ എമൗണ്ട് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്, ഒരുപക്ഷേ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റൊരു ട്രേഡിംഗ് അക്കൗണ്ട്, ETF ഷോപ്പുകൾ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ്സ് ചെയ്യാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നല്ല ഡിസിപ്ലിനോട് കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കുകളും ഉണ്ട്. തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാം. അപ്സ്റ്റോക്സ്, സെറോദ, AngelOne എല്ലാ ബ്രോക്കേഴ്സും നല്ല ബ്രോക്കേഴ്സാണ്. ഞാനൊരു റെക്കമെൻഡേഷൻ അല്ല, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ആക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലും കുറച്ച് ETFകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ETFകളൊക്കെ നല്ല വാലുവേഷനിലാണ് കിട്ടുന്നത്. നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, SBI പോലെയുള്ള ബാങ്കുകൾ, PNB, ഇതിൻ്റെ എല്ലാം ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിയാലിറ്റി, നമ്മുടെ നിഫ്റ്റി റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മോട്ടിലാൽ ഒസ്വാളിൻ്റെ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനീസ് നല്ല വാലുവേഷനിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുക. ഇലക്ട്രിക് വെഹിക്കിൾ ETFകൾ നമുക്ക് വാലുവേഷനിൽ കിട്ടുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ETFകൾ വാലുവേഷനിൽ കിട്ടുന്നുണ്ട്. ചെറിയ ഡിപ്പുകൾ കണ്ടെത്തി നമുക്ക് ഓരോ മാസവും ചെറിയ എമൗണ്ട് ഓരോ ETFകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അത് നമുക്ക് നല്ലൊരു റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക് ആൻഡ് കമൻറ്റ്. ഓക്കെ, മറക്കരുത്. ഓക്കെ, താങ്ക് യു.